വെൽക്കം ടു ടേക്ക് ടു പോഡ്കാസ്റ്റ് എപ്പിസോഡ് 5. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഒരു അവസാനത്തെ പോഡ്കാസ്റ്റ് ആണെന്നാണ് ഞാൻ പറയാം. കാരണം ഈ വർഷം തീരാറായി, 2025 കഴിയാനായി. അപ്പോൾ അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ, ഈ ഡിസംബർ വരെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ കുറിച്ചിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിൽ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലാത്തായിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചധികം സിനിമകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഫോണിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്രാവശ്യം സംസാരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടും ഇപ്രാവശ്യം കൂടുതൽ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഞാൻ വെച്ചാൽ ഈ കൊല്ലമാണ് ഈ നോട്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് തുടങ്ങിയത്. അപ്പോൾ കാരണം മറ്റേ ലെറ്റർ ബോക്സ് എന്ന് പറഞ്ഞ ആപ്പില്ലേ, സിനിമ ലോഗ് ചെയ്യാൻ പറ്റും നമുക്ക്. അതൊരു പകുതി ഈ വർഷം പകുതി ആയപ്പോൾ തൊട്ടൊക്കെയാണ് ലോഗ് ചെയ്ത് തുടങ്ങി. അല്ലാണ്ട് വെറുതെ ഒരു കൗതുകത്തിന്റെ പേരിൽ നോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ എത്ര സിനിമകൾ കണ്ടിട്ടില്ല. ഈ പ്രാവശ്യം കൂടി തിയേറ്ററിൽ നിന്ന് ജോലിയുണ്ട്, അതിന്റെ ഒരു വ്യത്യാസം കൂടി ഉണ്ടാവും. അപ്പൊ കാണാന്നുള്ള ഇതില്ല. അപ്പൊ സിനിമകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് ടൈമാണ് രേഖാചിത്രമാണ്. ഈ വർഷം തുടക്കത്തിൽ തന്നെ റിലീസാണ്, ജനുവരി തന്നെ റിലീസ് ചെയ്തത്. അപ്പൊ രേഖാചിത്രം എനിക്ക് വെച്ചാൽ അതിലൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയായിരുന്നു, വെച്ചിട്ട്. അപ്പൊ അത് പക്ഷെ എനിക്ക് തോന്നുന്നു രേഖാചിത്രം എനിക്ക് അങ്ങനെ എനിക്കും തിയേറ്റർ നടക്കല്ല വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ റിലീസ് ആയ സമയത്താണെങ്കിലും ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര അഭിപ്രായവും ഒക്കെ വന്നൊരു സിനിമയാണ്. രണ്ടാമത്തോടാണ്. അപ്പൊ പക്ഷെ അത് ഒരു മേക്കിംഗ് വൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ജമ്മുക്കാനെ റിയലി കൊണ്ടുവരാണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ ചില സീക്വൻസിൽ അത് രസമുണ്ട് ആ പരിപാടി. എനിക്ക് അതിലൊരു നെഗറ്റീവായിട്ട് മെയിനായിട്ട് ഫീൽ ചെയ്ത് മമ്മൂക്ക എന്ന് പറയുന്നതും മമ്മൂട്ടി ചേട്ടൻ കുറച്ചൊരു ക്രിഞ്ച് പോലെ തോന്നിയ മമ്മൂക്ക തന്നെ പറയുന്ന മമ്മൂട്ടി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മമ്മൂട്ടി ചേട്ടൻ അനശ്വരരാജ പറയുന്ന അതൊരു നമുക്ക് അല്ല അത് ഇഷ്ടം നമുക്ക് നമ്മൾ വിളിച്ച് ശീലിച്ച മമ്മൂക്കാന്നുള്ള സാധനമായിരിക്കും ചിലപ്പോ. അപ്പൊ പക്ഷെ അത് ഇഷ്ടപ്പെട്ടവരുണ്ട്. പറഞ്ഞാല് അതിന്റെ ഒരു എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ കുറെ ഫ്ലാഷ് ബാക്സ് ഉണ്ട്. ഫ്ലാഷ് ബാക്കിന്റെ ഉള്ളിൽ തന്നെ പിന്നെയും ഫ്ലാഷ് ബാക്ക് അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടുതലും ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് കഥകളിൽ കൂടെയാണ് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് പോകുന്നത്. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഒരു സിനിമ നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. കാരണം ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി പോലത്തെ ഒരു പരിപാടി കൊണ്ടുവന്നിട്ട് ഇതാക്കിണ്ട്. പക്ഷെ എനിക്ക് അതായത് ഞാൻ നോക്കുമ്പോ ഞാൻ പറഞ്ഞ എല്ലാവർക്കും പടം ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പ്രശ്നമാണ് ഞാന് ഇഷ്ടമായില്ലെങ്കിൽ അത് ഇപ്പൊ അങ്ങനെയാണ് ആൾക്കാര്. അത് മുമ്പാണ് മറ്റേ എല്ലാരും സുഖിപ്പിച്ച് എല്ലാവർക്കും ഇഷ്ടമായ പടമാണെങ്കിൽ മറ്റേ ഇതില് പറയില്ലേ മറ്റേ ഫാദാസിന്റെ പടം മറ്റേ ധൂമത്തില് പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അത് ട്രെൻഡായ പിന്നെ അത് മോശം എന്ന് പറയില്ല. പിന്നെ നമ്മ കാണുന്നത് പ്രാവിൻകോട് ഷാപ്പാണ്. അത് പക്ഷെ എന്ന് വെച്ചാല് ഇപ്പൊ രേഖാചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖാചിത്രം തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഹിറ്റായ സിനിമയാണ്. അത്യാവശ്യം നല്ല കളക്ഷൻ വന്ന സിനിമ. പക്ഷെ പ്രാവിൻകോട് ഷാപ്പ് ഞാൻ ഒരു ഡിഫറെന്റ് അറ്റംപ്റ്റ് ഒരു പരിപാടിയാണ്. അത് കുറച്ചും കൂടി ലൗഡ് ഹ്യൂമർ പോലത്തെ ഒരു സാധനമാണ്. ബേസിൽ ചെയ്താണെങ്കിലും കുറച്ച് ഓവർ പരിപാടി നല്ല രസമുണ്ട്. എനിക്കാണെങ്കിലും മറ്റേ മേക്കിംഗ് വൈസ് ആണെങ്കിലും ഭയങ്കര നൈസായിട്ട് അതിന്റെ ഒരു ടോണും പിന്നെ മറ്റേ ഒരു ജീപ്പ് മറ്റെന്താ പറയാ ഒരു ഷാപ്പിന്റെ ഇതുണ്ടല്ലോ, അവിടെ പോലീസ് ജീപ്പ് വരുമ്പോ ഒരു ഷോട്ട് ഉണ്ട് വെച്ചാൽ വാതിലിന്റെ വിടവിൽ കൂടെ പോലീസിന്റെ ലൈറ്റ് കാണിക്കുന്ന ഉള്ളിൽ നിന്ന് അങ്ങനത്തെ മേക്കിംഗ് വൈസ് അഭിനയാണെങ്കിലും മറ്റേ പെണ്ണിനോട് അതിന്റെ ഇടയില് മറ്റേ കോൺസ്റ്റബിള് അതുപോലെ പിന്നെ ഒരു ബേസിൽ ഒരു ചേസ് ഒക്കെ ഉണ്ട്, ഒരു സിംഗിൾ ഷോട്ട്. അതുപോലെ തന്നെ മറ്റേ സൗബിന്റെ ഒരു സാധനം ഉണ്ട്. അങ്ങനെ എനിക്ക് ഫിലിം മേക്കിംഗ് എന്നുള്ള രീതിയിലാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ കുറെ പരിപാടി എല്ലാവർക്കും വർക്കാവില്ല പടം. ചിലപ്പോ ഞാനിപ്പോ ഒരു ഷോർട്ട് ഫിലിം കുറെ വർക്കായിട്ടില്ല. ഞങ്ങൾ ഷോർട്ട് ഫിലിം ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ചിലവർ പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും വർക്കാവുന്ന ടൈപ്പ് ഒരു പരിപാടിയല്ല. അപ്പൊ പക്ഷെ അത് നമുക്ക് തിയേറ്റർ കണ്ടപ്പോൾ എനിക്കത് വർക്കായിട്ട് തോന്നിയ നൈസ് പരിപാടിയാണ്. പിന്നെ കാണുന്നത് മമ്മൂക്കാടെ പടമാണ്, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ പടം. അത് ഇപ്പോഴാണ് അത് OTT ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ തിയേറ്ററിൽ കണ്ടോണ്ട് നമ്മൾ കണ്ടു തിയേറ്ററിൽ ഭാഗ്യാണ്. നമുക്ക് അങ്ങനെ കുറച്ച് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക്. അപ്പൊ അതുപോലെ ഈ ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ അത് ഇപ്പോ
അത് ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞു ഒരു ആവറേജ് പോലത്തെ ഒരു പടമാണ്. പക്ഷെ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത് എനിക്ക് ത്രൂ ഔട്ട് ആ സിനിമ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തന്നെ. പിന്നെ എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് OTT കാണുമ്പോഴായിരിക്കും ഇപ്പോഴായിരിക്കും ആൾക്കാർ OTT കണ്ടു തുടങ്ങുന്നത്. കാരണം ഭയങ്കര ഡിലേ ഉണ്ട്. കാരണം ജനുവരിയിൽ OTT റിലീസായി ഇന്ന് തൊട്ടാന്ന് തോന്നുന്നു, ഇന്ന് തൊട്ടാന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് ജനുവരിയിൽ റിലീസായിട്ട് ഇത്ര ടൈം എടുക്കും OTTക്ക്, അതൊരു ഇതുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്ക് തിയേറ്റർ കണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് എൻഗേജിങ് ആണ്. പക്ഷെ അതിന്റെ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പടത്തിന് ഒരു ഇന്റർവെല്ലോ ഒരു പോയിന്റ് എത്തുമ്പോ അതിന്റെ ഒരു മെയിൻ ട്വിസ്റ്റ് എനിക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് ഇതിലേക്ക് എങ്ങനെ ഇവരെ എത്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഞാൻ തീർന്നാണോ ഇത് ഇങ്ങനെയല്ലേന്ന് ഞാൻ ചിന്തിച്ച്. പക്ഷെ എനിക്കത് മനസ്സിലാവുന്ന ഞാൻ അങ്ങനെ സിനിമ അങ്ങനെ ചിന്തിച്ച് കാണൂല, അതുകൊണ്ടാവാം. അല്ല ഞാൻ ബാക്കിയുള്ള സിനിമകളിലത് മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളെ ഏകദേശം നമ്മളെ രണ്ടുപേരെ സിനിമ എന്താ വാച്ചിങ് ഏകദേശം ഒരേ മൈൻഡാണ്. എന്നാൽ പോലും മറ്റേ ടേസ്റ്റ് ഒരേ മൈൻഡാണെങ്കിൽ പോലും ഞാനങ്ങനെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിലിംഗ് ഒന്നും നോക്കൂല. പക്ഷെ എനിക്ക് ആ സിനിമ വർക്കായിട്ടുണ്ട്. അല്ല എനിക്ക് തോന്നുന്നു വെച്ചാലേ എനിക്കൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഞാനെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെ ത്രില്ലർ സിനിമകളാണ് ഞാൻ കൂടുതലും പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കാം. വെച്ചാല് ആരായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ സിനിമകളാണ് ഞാൻ കൂടുതലും നമ്മുടെ മൈൻഡിൽ ഒരു സാധനം വർക്ക് ചെയ്യില്ല, ആരായിരിക്കും കില്ലർ ആ സംഭവമാണ്. ബാക്കിയുള്ള സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അതിന്റെ ഫ്ലോ ഒക്കെ ആണ്. ഇതാണ് എൻഗേജിങ് ആണ്. മോശം സിനിമ അല്ല, അത്ര അടിപൊളിയല്ല. നിങ്ങൾക്കൊരു മമ്മൂക്കാക്ക് ചെയ്യാനുള്ളതില്ല. പക്ഷെ എനിക്ക് തോന്നിയാൽ പുള്ളി അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ പാട്ടില്ല സ്റ്റെപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ലുക്ക് ആണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് ആള് ചെയ്ത് കൂടുതലൊന്നും ചെയ്യാനില്ല. പക്ഷെ ആള് ത്രൂ ഔട്ട് ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു മറ്റൊരു രസമുള്ള ഒരു ഡിറ്റക്റ്റീവിന്റെ പരിപാടി ഇങ്ങനെ പിടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ നമുക്ക് അതുപോലത്തെ ചെയ്യണം അങ്ങനെ ഫീൽ ചെയ്തൊരു പടം. വലിയൊരു സംഭവമല്ല, അന്ന് ഭയങ്കര മോശം സിനിമയല്ല, അങ്ങനത്തെ സാധനമാണ്. പിന്നെ നമ്മ കാണുന്നത് പൊന്മാനാണ്. അത് അഭിനയിച്ച് എനിക്ക് അതുവരെ എല്ലാരും പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരേ ടൈപ്പിലുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. അല്ല അതിലും ഒരേ ടൈപ്പാണ്, പക്ഷെ ക്യാരക്ടർ കുറച്ചും കൂടി ഒരു പരിപാടി ഉണ്ട്. ക്ലൈമാക്സിക്കൊക്കെ ഭയങ്കര പെർഫോമൻസിന് നല്ലൊരു ഇതുണ്ട്. ബേസിൽ ഇതുവരെ ചെയ്ത് അതിന്റെ ഒരു നോവൽ ഉണ്ടെന്ന് തോന്നുന്നു, മറ്റേ 4-5 ചെറുപ്പക്കാരനോട്ട് GR നോവലുണ്ട്. അതിന്റെ ഒരു റൈറ്റർ, അതിന്റെ മറ്റേ മിന്നൽ മുരളി റൈറ്ററും GR നോവൻ ആ സാറും കൂടിയാണ് ഇത് റൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു പിന്നെ അത് റിയൽ ഇൻസിഡന്റ് ആണ്. എന്നാ പോലും ഓൾമോസ്റ്റ് ആൾക്കാർക്ക് വർക്കായ സിനിമയാണ്. അതിലൊരു എന്താ പറയാ മറ്റൊരു കൊമേഴ്ഷ്യൽ ഒരു മീറ്ററും കൂടി ഉണ്ട് ആ പടത്തിന്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇമോഷണലി വർക്കാവും. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. അതില് മറ്റേ സാധനം ഉണ്ടല്ലോ, മറ്റേ ഇവനോട് പറയണില്ലേ നീയൊന്നും ജീവിതം കണ്ടിട്ടില്ല, മറ്റേ ആ ഒരു സീക്വൻസ് ഞാനിപ്പോ വിളിച്ചതിന് ലക്ഷങ്ങൾ വരും. അതെന്താ വിശ്വാസം, ഞാനുണ്ടാക്കിയ ആ സാധനമൊക്കെ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര റിലേറ്റബിൾ സാധനമാണ്. ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും എനിക്കൊരു ടൈമിൽ തോന്നാറുണ്ട് ഞാൻ ഫെയിൽഡായി, നമ്മളെ ഡിസിഷൻ തോറ്റുപോയി എന്ന് തോന്നാറുണ്ടെങ്കിൽ പോലും എവിടേക്കോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ പോലെ എനിക്ക് ഫീൽ ചെയ്ത് നമ്മളുടെ ഒരു ഇമോഷൻ ആൾക്കുണ്ട് എന്നുള്ളൊരു സാധനമാണ്. അതായത് ത്രൂ ഔട്ട് പരിപാടി അവന്റെ വീട്ടിൽ പോകുന്ന ബേസിലിന്റെ വീട്ടിൽ പോകുമ്പോഴത്തൊക്കെ അത്രയും നമ്മളും ഏകദേശം നമ്മൾ മിഡിലാണ്, അത്ര ദാരിദ്ര്യം അല്ല ഇടയിലാണ്. അപ്പൊ നമുക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആവും. വെച്ചാല് ഇപ്പൊ പുറത്ത് ചിരിച്ചു കളിച്ച് നടക്കണ പോലെ ആയിരിക്കില്ല വീട്ടിലത്തെ കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് അവിടെ. പക്ഷെ അത് ഭയങ്കര എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്റ്റേറ്റ് വാടിക്കൊക്കെ എടുക്കണ സമയത്ത് ഒരു ഗംഭീര പെർഫോമൻസ് ആണ്. ലാസ്റ്റ് വരെ എത്താം, റൗണ്ട് ലാസ്റ്റ് വരെ എത്താം. കാരണം അതിനുള്ള പെർഫോമൻസ് ഉണ്ട്. അത് എന്താ പറയാ അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു നല്ല ആൾക്കാരാ കാലിബർ ഉള്ള ചെയ്തിട്ടുള്ള പെർഫോമൻസ് ഉള്ള സിനിമകളുണ്ട്. അതുകൊണ്ട് കിട്ടോയില്ല, പക്ഷെ ബേസിൽ കിട്ടിയാൽ അതൊരു സന്തോഷമാണ്. കാരണം ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ള ആ പരിപാടി ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ റൊമാൻസ് ആണ് കണ്ടത്. അതെനിക്ക് തോന്നിയ സംഭവം കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓറാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റിവ്യൂ വന്ന ഒരു സിനിമയാണ്. വെച്ചാല് മാത്യു ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ലൗഡായിട്ട് സാധനമാണ്. അതിന്റെ ഒരു പ്രശ്നം. ചില സമയത്ത് സ്റ്റോറിയും
എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. മറ്റുള്ളവർക്ക് വർക്കായവരുണ്ട് കേട്ടോ. ഞാൻ ചെയ്തത് അങ്ങനത്തെ പടം എന്ന് പറഞ്ഞാൽ ഒരു യാത്ര തുടങ്ങി പിന്നെ ഇങ്ങനെ പോയി അത് അവസാനിക്കാന്നുള്ളൊരു പടം. മറ്റേ അമൽ ദേവ് അവന്റെ പേര് മറ്റേ സംഗീത് അവന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാലേ എനിക്ക് തോന്നിയതാണ്, അങ്ങനെ എല്ലാവർക്കും തോന്നുന്നില്ല. അവന് ഈ കൂട്ടത്തില് ലാസ്റ്റ് സിനിമ എൻഡ് വരെ കൊണ്ടുപോകണം. അപ്പൊ ഫസ്റ്റ് അവനില്ല എന്ന് പറഞ്ഞു പോയി, എന്നിട്ട് പിന്നെ അവന് തിരിച്ചുകൊണ്ടുവരണല്ലോ. അപ്പൊ അതിനു വേണ്ടി ഒരു റീസൺ വേണോ, അങ്ങനെ കുറച്ച്. പക്ഷെ ഞാൻ തിയേറ്ററിൽ കണ്ടാൽ മതി. തിയേറ്ററിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ തിയേറ്ററിൽ കണ്ടു, ഓക്കെ അവിടെ ഞാൻ ചിരിച്ച് എൻജോയ് ചെയ്ത് പോകുന്നു. പിന്നീട് അമ്മാലിക്കുമ്പോ ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ആ കണ്ട സമയത്ത് അത് പ്രശ്നമായിട്ട് പോലും. പിന്നെ ഞാൻ നോക്കുമ്പോ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ റിവ്യൂ നോക്കണം. അതിന് മുമ്പ് നോക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ഇപ്പൊ. അപ്പൊ ഞാൻ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആ സിനിമ കണ്ടിറങ്ങി പിന്നെ റിവ്യൂ നോക്കണ സമയത്ത്, യൂട്യൂബ് റിവ്യൂ നോക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ഓവർ, ഭയങ്കര അത്രയൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഫാമിലിയൊക്കെ ആയിട്ട് പോയി കണ്ട എൻജോയ് ചെയ്തൊക്കെ പോരാവുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സിനിമ തന്നെ ഉള്ളത്. എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാവണം, അല്ല പല റീസൺസ് ഉണ്ട്, ഓരോരുത്തരെ സാധനങ്ങളാണ്. ഒന്നാമത് മാത്യുവിന്റെ ക്യാരക്ടർ, പിന്നെ സ്ക്രിപ്റ്റ് ചെറുതായിട്ട് പാളിയ പോലെ. അല്ല എനിക്ക് തോന്നിച്ചാലേ ആ പുള്ളിയുടെ ഡയറക്ടർ ഉണ്ടല്ലോ, അരുൺ ഡി ജോസ് എന്ന് തോന്നുന്നു പുള്ളിയുടെ പേര്. അപ്പൊ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോ എൻ ജോ ഒക്കെയാണ്. അപ്പൊ പുള്ളി ഇതിനുമുള്ള പടങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാന്ന് വെച്ചാൽ ഭയങ്കര ഒരു ലിമിറ്റഡ് സ്പേസിലുള്ള സിനിമകളാണ്. അപ്പൊ മറ്റേ 18+ അങ്ങനത്തെ സിനിമകളൊക്കെ അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചുകൂടി സ്കെയില് വലുതായി, സ്ക്രിപ്റ്റ് വലുതായില്ല, സ്കെയില് വലുതായി, മേക്കിംഗ് വൈസ് ഒക്കെ നന്നായി പടം. പക്ഷെ ഇതാണ് പ്രശ്നം പറ്റിയത്, അപ്പൊ സ്ക്രിപ്റ്റ് അത് സിനിമയിൽ അങ്ങനെയാണ്. ചിലപ്പോ കുറച്ച് നന്നാവുമ്പോ ഒരു സൈഡും ഡൗൺ ആവും, അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. പിന്നെ അടുത്ത് നമ്മ കണ്ട് ഇതാണ് അത് അത് പറഞ്ഞാല് ഒരു എനിക്ക് അതിൽ ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ വിജയരാഘവൻ സാറിനെ യൂസ് ചെയ്തില്ല. ആളെ ഒരു എന്തോ നോക്കൂത്തി എന്നൊക്കെ പറഞ്ഞു. അത്ര നല്ലൊരു ആക്ടർ കിട്ടിയിട്ട് ബോക്സിംഗ് അപ്പൊ ആളൊരു ഇതാണല്ലോ, പഴയ ആശാനാണ്. അപ്പൊ ആള് പെപ്പയുടെ അടുത്ത് വന്നിട്ട് നീ വരണം, കുറെ പേർക്ക് മോട്ടിവേഷൻ ആവും. അത് നമ്മ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മറ്റേ ട്രാഫിക് സിനിമയില് അനുപമന്റെ അടുത്ത് മറ്റേ പുള്ളി പറയണ്ടേ, നിങ്ങളൊരു യെസ് നോ പറഞ്ഞ സാധാ ദിവസത്തെ പോലെ, പക്ഷെ നിങ്ങളൊരു യെസ് ഇനും ചരിത്രം എന്ന് പറയുന്ന സാധനമാണ് നമ്മ അവിടെ ഫീൽ. അങ്ങനത്തെ സാധനമാണ് നമുക്ക് അവിടെ കിട്ടേണ്ടത്. പക്ഷെ അത് എല്ലാം കിട്ടിയില്ല. പിന്നെ മൊത്തത്തിലൊരു ആളൊരു ഇൻസൾട്ട് ചെയ്ത പോലത്തെ ഫീൽ ചെയ്ത്. പിന്നെ പടം മൊത്തത്തിലൊരു സ്ക്രിപ്റ്റിൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. എന്തും എന്താ പറയാ, ഇപ്പൊ മമ്മൂട്ടി ലാലേട്ടൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചേർത്ത് വെക്കാൻ. കാരണം എന്തും ആൾക്ക് പറ്റും. ഈ ഏത് ക്യാരക്ടർ കൊടുത്താലും മറ്റേ എന്നിട്ടാണ് അപ്പൂപ്പിനെ വയസ്സായിട്ടുള്ള സാധനം കൊടുത്താൽ പോലും പണ്ട് ഹീറോ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, പുള്ളി ചെയ്ത സേഫ് ആണ് അവിടെ, ആരൊപ്പം പോയി ചെയ്യും. അതെ, ആളൊന്നും അങ്ങനെ നമ്മള് മറ്റേ ഇന്ദ്രജിത്തിന്റെ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു സീനിയർ വെർഷനൊക്കെ സാധനമാണ് വെച്ചാൽ എന്ത് കൊടുത്താലും പുള്ളി ചെയ്യും. അതാണ് സംഭവം. പിന്നെ ഇതാണ് മെയിനായിട്ട് കൊച്ചിന്റെ അഭിനയം കുറച്ച് ക്രിഞ്ചാക്കി എന്ന് വെച്ചാ സംഭവം ശരിയാണ്. കുട്ടികൾക്ക് എപ്പോഴും അച്ഛനാണ് ഹീറോ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അച്ഛനാണ്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കാൻ നോക്കിയതാവാം. പിന്നെ ഒരു പെപ്പയുടെ ക്യാരക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണെങ്കിലും ഒക്കെ അവര് എന്താ വെച്ചാല് അത് ബിൽഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ എവിടെ എത്തിയില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ക്ലൈമാക്സ് ബോക്സിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് മറ്റേ കഴിഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മ പടം കഴിഞ്ഞ അങ്ങനത്തെ ഒരു ഫീലിലേക്ക് പോയിട്ടുണ്ട്. അതാണ് പിന്നെ കാണുന്നത് ഓഫീസർ ഡ്യൂട്ടിയാ. അത് ത്രില്ലർ മറ്റേ ഫസ്റ്റ് നമ്മുടെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ത്രില്ലറാണ്, ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഓൾറെഡി എല്ലാരും റിവീൽ ചെയ്ത് വെച്ചിട്ട് ഇവരിനി പിടിക്കുക, അതിന്റെ ഒരു ത്രില്ലാണ്. എനിക്ക് വെച്ചാൽ എനിക്കത് തിയേറ്ററിൽ കണ്ടപ്പോ തോന്നിയൊരു സാധനം പറഞ്ഞല്ലേ, ശ്വാസം വിടാനോ ഒരു സമയം തരില്ല പടം കാണുമ്പോ. അത് ചെയ്യും സാധാരണ സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് സിനിമ കണ്ടോണ്ടിരിക്കുന്ന ഇടയില് നമുക്കല്ല, ഇപ്പൊ ചിലവര് നമ്മൾ പോകുമ്പോ കാണാറില്ല, ഫോൺ എടുത്ത് നോക്കുക. ഈ പടത്തിന് പോയ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല അത്. അത് ഞാൻ സമയം തരുന്നില്ല, കാരണം സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. ചാക്കോച്ചൻ വന്ന് മറ്റേ ചാക്കോച്ചന്റെ ക്യാരക്ടർ ആണെങ്കിൽ ഒരു കുറച്ചൊരു റൂഡ് സാധനം, കുറച്ച് പിടിക്കാത്തൊരു പരിപാടി പിടിച്ചിട്ട് പുള്ളി എന്താ പറയാ, അതുമെന്നൊന്ന്
പിന്നെ പടം ഒരു പോക്കാണ്. പിന്നെ അത് തുടങ്ങിയ പരിപാടി എനിക്ക് ഇഷ്ടമായി വെച്ചാൽ ഒരു ചെറിയ മറ്റേ മാല പരിപാടി ഇങ്ങനെ തുടങ്ങി ഇത് കണക്ട് ചെയ്ത് ഡയറക്ടർ ഫസ്റ്റത്തോടാണ്. പക്ഷെ ആൾക്ക് മറ്റേ ഡയറക്ഷൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ അതിന്റെ കാണാനുണ്ട് പടത്തില്, അസോസിയേറ്റർ ആയിരുന്നു പടങ്ങളില്. അപ്പൊ അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ 2025 എടുത്ത അതിലൊരു മേജർ സാധനം വില്ലന്മാരാണെങ്കിലും അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. പിന്നെ അമ്മ കാണുന്നത് എമ്പുരാനമ്മ ഒരുമിച്ചല്ലല്ലോ കാണുന്നത്, ഒരുമിച്ചല്ല രണ്ടായിട്ട് കാണുന്നത്. അത് മറ്റേ എന്താ പറയാ നോമ്പ് പരിപാടി അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ള കാരണം ഒരുമിച്ച് ആദ്യം കണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് എമ്പുരാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമ്പുരാനെ കുറിച്ച് പറയുന്നുണ്ടെ വേറൊരു എപ്പിസോഡ് തന്നെ ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതൊരു എന്താ പറയാ എമ്പുരാനില് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാലേട്ടൻ്റെ എൻട്രി അടിപൊളിയായിട്ട് എടുത്തു വെച്ച്. പക്ഷെ അതില് ആ എൻട്രി നമുക്കൊരു ക്ലാസിക് എൻട്രി ആക്കിയായിരുന്നു. ഒരു അതിന്റെ ഒരു ഫസ്റ്റിലൊരു ബീജമുണ്ട്, ഒരു സാധനം ഉണ്ടല്ലോ, ആ ബീജം ആ ഒരു ബീജം കൊടുത്തു പറഞ്ഞാൽ എനിക്കൊരു രസമായി. ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു സ്കെയിൽ വൈസ് ഒരു വലുതാക്കിയല്ലോ. അപ്പൊ പക്ഷെ ഇപ്പൊ ഉള്ള ഒരു ബീജം ആണെങ്കിൽ പോലെ അതങ്ങോട്ട് ഭയങ്കര വർക്കാവാത്തൊരു പരിപാടി ഉണ്ട്. പിന്നെ ഫസ്റ്റത്തെ കുറെ സാധനങ്ങൾ റീക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പൊ മറ്റേ ഡയലോഗ് ആണെങ്കിലും ഇപ്പൊ ടോവിനോ പറഞ്ഞല്ലോ മറ്റേ ഇപ്പൊ തന്നെ രക്ഷിക്കാൻ PK രാംദാസ് ഇല്ല എന്ന് പറയുമ്പോ അപ്പൊ ഈ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ ഡയലോഗിന് അതിന് മുമ്പ് വേറെ പറഞ്ഞിട്ടുണ്ട്. ഏക്കണില്ല ആ സംഭവമാണ് എന്തോ. അതെനിക്ക് തോന്നുന്നു ആ സിനിമ മൊത്തത്തില് ഭയങ്കര ഹൈപ്പിൽ വന്നൊരു സിനിമയാണ്. പിന്നെ എല്ലാവർക്കും പൃഥ്വിരാജ് എന്നുള്ള ഒരു ഡയറക്ടറില് വിശ്വാസമായിരുന്നു. ലൂസിഫർ കഴിഞ്ഞ് പിന്നെ ബ്രോഡാഡി എന്ന് പറഞ്ഞാൽ മിക്സർ റിവ്യൂ ഉള്ള പിന്നെ OTT ആയിരുന്നു. പട ആൾക്കാർക്ക് അങ്ങനെ വർക്ക് ആയിട്ടില്ലെങ്കിൽ പോലും ലാലേട്ടനെ കാണാൻ നല്ല രസമാണ്. അങ്ങനത്തെ കുറെ ഫാക്ടർ ഉണ്ട്. അത് ഇഷ്ടപ്പെട്ടു. പിന്നെ OTT ആണല്ലോ പടം. അപ്പൊ പിന്നെ അത് പൃഥ്വിരാജ് ഒരു ചേഞ്ചിന് വേണ്ടി ചെയ്തതാണ് ഉള്ള സാധനത്തില്. പിന്നെ അത് കഴിഞ്ഞിട്ട് എമ്പുരാൻ വരുമ്പോ ലൂസിഫറിന് അത്ര കിട്ടിയില്ല. ലൂസിഫർ ഒരു പാക്ക് എല്ലാം ഉണ്ട്. കാരണം ഇപ്പൊ ലാലേട്ടനാണെങ്കിൽ ഫുള്ളില്ല പടത്തില്. അന്ന് പോലും അത് ലാലേട്ടൻ ഇത്ര ഉള്ളൂ തോന്നൂല. വരണ ഏരിയകളിൽ കിട്ടിയില്ലാണ്. അപ്പൊ അതാണ്. പിന്നെ ഓരോ അതിൻ്റെതായിട്ടുള്ള സിനിമയിലുണ്ടായിരുന്ന പൊളിറ്റിക്സും അതിന്റെ ഭാഗങ്ങളായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ മലയാളത്തിൽ നിന്ന് വന്നതിൽ ഒരു വലിയ സിനിമ തന്നെയാണ് ആ സ്കെയിൽ വൈസിൽ. പക്ഷെ അത് അത്രത്തോളം ഓഡിയൻസ് അത്രത്തോളം കണക്ട് ആയില്ല എന്നുള്ളൊരു. പിന്നെ എന്താ പറയാ ലാലേട്ടൻ എന്നുള്ളൊരു ഫാക്ടർ ഉള്ളത് കൊണ്ടും ലാലേട്ടൻ പൃഥ്വിരാജും പിന്നെ വരുന്നുള്ളൊരു ഫാക്ടർ ഉള്ളത് കൊണ്ടും കൂടി ലൂസിഫറിന്റെ തെക്കൻ പാട്ടായതുകൊണ്ടൊക്കെ ഉള്ള സാധനമാണ്. അപ്പൊ പിന്നെ എനിക്ക് തോന്നിക്കഴിഞ്ഞാല് പിന്നെ അമ്മ കാണുന്നത് എനിക്ക് തോന്നുന്നു അഭിലാഷമാണ്. എന്താ പറയാ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഫിലിമായിട്ട് അങ്ങനത്തെ ആൾക്കാരാണ് ബഡ്ജറ്റ്. അല്ല എല്ലാരും ഉണ്ടായില്ലേ. പക്ഷെ എനിക്ക് തിയേറ്ററിൽ അങ്ങനെ വർക്കായിട്ട് ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ആൽബം മാപ്പിള പാട്ട് ആൽബം എടുത്തിട്ട് റീക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ അത് കൊണ്ടിട്ടോ ഇഷ്ടാവുന്ന പടങ്ങളുണ്ട്. ഇപ്പൊ തല്ലുമാലയാണ് അതിന്റെ തുടക്കം. അപ്പൊ അതില് ഇപ്പൊ മറ്റേ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കണ്ടോ, മറ്റേ അർജുന അശോകൻ വരുമ്പോഴത്തെ ഒരു പാട്ടില്ലേ, മറ്റേ എന്നിട്ടാണ് നെഞ്ചിനുള്ളിൽ. അതാണ് പോലും അങ്ങോട്ട് മനസ്സിലായി. പക്ഷെ OTT വന്നപ്പോ കുറെ പേർക്ക് കുറച്ചും കൂടി അത് വർക്കായത് എനിക്ക് തോന്നുന്നു. OTT ആയപ്പോ ഈ വൺ സൈഡ് ലവ് പരിപാടിയാണ് നമുക്ക് കണക്ട് ആണ്. പക്ഷെ അതെന്താ എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്റെ അടുത്ത് കുറെ പേരും പറഞ്ഞു അതിനെ ഭയങ്കര ഒരു ഫീൽഡ് പോയി പറഞ്ഞല്ലേ. അത് ഒരു കൗമാര പ്രായക്കാരില്ലേ, മീൻസ് 18s ഏജുള്ള 18. കാരണം നമ്മളൊരു ഓഫീസിൽ ഒരു പേര് പറയണില്ല, ഇത്തട മകൻ വർക്കായിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ച് നമ്മ കണ്ട പടല്ലേ ഇത്. അല്ല അവ ചിലപ്പോ അവർക്ക് അതിലൊരു സ്കൂൾ കാലഘട്ടം പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. ആവാം. നമ്മള് മറ്റേ തന്തായി വായിന്നല്ല, പക്ഷെ നമുക്ക് വർക്കായി പരിപാടിയൊക്കെ ചെയ്തു. അപ്പൊ അത് വർക്കായി ഇല്ല. അത് ഡിപ്പെൻസ് ആണ്. ചിലപ്പോ ഞാൻ എന്റെ അടുത്ത് കണ്ട ഒരു കുറെ പേര് പറഞ്ഞു അവർക്ക് വർക്കായി, ഓക്കെ ആ ഒരു പരിപാടി കിട്ടിന്ന് പറഞ്ഞു. പിന്നെ പാട്ടുകൾ നല്ല രസമുണ്ട്, ഇപ്പോഴും കേൾക്കാൻ തോന്നുന്ന ടൈപ്പ് ഓഫ് പരിപാടി സാധനങ്ങളാണ്. പിന്നെ കാണുന്നത് മമ്മൂക്കാടെ പടം ബസൂക്ക എന്ന് പറയുമ്പോ അത് നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു. ക്ലൈമാക്സ് എനിക്ക് വർക്കായി, കുറെ പേർക്ക് വർക്കായില്ല. എന്നോട് കസിൻ ചോദിച്ചു ക്ലൈമാക്സ് എന്താണെന്ന്. ക്ലൈമാക്സ് അതാണ്
അല്ല അത് അടിപൊളിയായിട്ടുണ്ട് ക്ലൈമാക്സ്. അല്ല അതെനിക്ക് തോന്നുന്നു അതിന്റെ പ്രശ്നം എന്താ പറയാ, ക്ലൈമാക്സ് അടിപൊളിയായി എന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് അഭിനയിച്ച് തകർത്തെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അല്ല എനിക്ക് അതെനിക്ക് തോന്നിയ സംഭവം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ പറഞ്ഞ സാധനം ഒന്നില്ലെങ്കിൽ അഭിനയിച്ച് തകർത്തെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഏരിയ ഉണ്ടാവും, ക്ലൈമാക്സ് പോർഷൻ, അത് ചിലപ്പോ എന്തെങ്കിലും ആക്ഷനോ അല്ലെങ്കിൽ ഭയങ്കര ഗംഭീര ഇപ്പൊ ഒരു വരത്തം പോലെ പ്രതീക്ഷിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ പറഞ്ഞാല് ഇവര് ചെല്ലുമ്പോ പറഞ്ഞാൽ മമ്മൂക്കാടെ ഭയങ്കര ലൗഡ് പെർഫോമൻസ് അത് ഓട്ടിട്ട് ഇറങ്ങിയിട്ടില്ല. അതെ, അതിന്റെ വെച്ചാല് ലാലട്ടന്റെ ഒരു അഴിഞ്ഞാട്ടുണ്ടല്ലോ, എനിക്കത് കിട്ടി. ആ മമ്മൂക്കാക്ക് ഇത് പറ്റുന്നുണ്ടല്ലോ. മമ്മൂക്കാടെ സിനിമകളൊക്കെ ശ്രദ്ധിച്ചോ, അങ്ങനത്തെ കാര്യങ്ങളിൽ ആളൊരു പിടുത്തം പിടിക്കും. പക്ഷെ അതിന്ന് പിന്നെ ഭയങ്കര അഴിഞ്ഞാട്ടുള്ള മറ്റേ ഇതിലൊക്കെയാണ്, രാജമാണിക്യത്തിലൊക്കെ അത് വേറെ മൂഡ്. അപ്പൊ അങ്ങനെ ഇയാൾക്ക് വേറെ സാധനമുള്ള എല്ലാവരും പറയുന്ന സാധനമാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ മമ്മൂക്കാക്ക് ഒരു പിടുത്തുണ്ട്. പക്ഷെ ഇത് കൊള്ളാലോ ആള് ചെയ്ത്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പക്ഷെ ആ പടത്തിന് അതുവരെ തുടക്കം കഴിഞ്ഞാലും കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വെച്ചാല് കുറച്ചും കൂടി ട്രിം ചെയ്യാന്ന് തോന്നുന്നു. അതില് ഫസ്റ്റ് ഫൈറ്റ് ഉണ്ടല്ലോ മമ്മൂക്ക, അതൊരു നാടകീയതായിട്ട് തോന്നി. പിന്നെ കൊറേ പേരെ വെറുതെ ഗുണുണ്ട്. ഷൈൻ ടോം ചാക്ക് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇതിലാണോ? ഷൈൻ ടോം ചാക്കോ അതിലുണ്ടോ? ഒരു ഓർമ്മ കിട്ടണില്ല. ഇതിലോ ഉണ്ട്. ഷൈൻ ടോം ചാക്കോ അഭിലാഷത്തിലുണ്ട്. അഭിലാഷത്തിലല്ല, ഈ ബസൂക്കയിലുണ്ടോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ മറ്റേ വിവേകോപന, വിവേകോപൻ, അത് അവരൊക്കെ ഒരു എന്തോ ക്യാരക്ടറും ഇല്ല, ചെയ്യാനും ഒരു റൈഡർ കാണിക്കാൻ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അങ്ങനത്തെ പിന്നെ കുറെ ഒരു നല്ലൊരു എഡിറ്റർ മോശമായിട്ട് പറയുന്നല്ല, കുറച്ചും കൂടി നല്ലൊരു കാലിബർ ഉള്ള എഡിറ്റർ ആയിരുന്നു എങ്കിൽ. അല്ല എനിക്ക് തോന്നുന്നു അത് മറ്റേ എഡിറ്റർ മാത്രം ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി എഡിറ്റ് ചെയ്ത ആളും മറ്റേ നിഷാദ് യൂസഫ് എന്ന് പറഞ്ഞ അപ്പൊ ആള് മരണപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി ഡ്രിം ചെയ്യാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോ അത് പിന്നെ ഡയറക്ഷനിലും പിന്നെ അത് മാത്രല്ല അത് ഉദ്ദേശിച്ചതിനെക്കാട്ടും സിനിമ നീണ്ട് പോയിട്ടുണ്ട് ഇറങ്ങാനൊക്കെ. നമ്മ പറഞ്ഞിട്ടുണ്ട്, നമ്മ പരസ്പരം പറഞ്ഞു പൊട്ടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അത് മോശമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഒരു നെഗറ്റീവ് വരുന്ന പോലെ. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ ഔട്ട് വന്ന് തിയേറ്ററിൽ ഇറങ്ങിയാൽ നമുക്ക് ഓഡിയൻസിന്റെ കയ്യിലാണ് ഈ സംഭവം. എന്തോരം സിനിമകൾ ഇപ്പൊ നമ്മള് ഇപ്പൊ ചില സമയത്ത് ഇൻഡസ്ട്രി എന്നുള്ളവർ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പടം ഉണ്ട്, അത് ചിലപ്പോൾ അധികം മാർക്കാവില്ല. പക്ഷെ കാതല് നമ്മളെ സീനിയേഴ്സ് വർക്ക് ചെയ്താണ്, അപ്പൊ അവര് പറഞ്ഞ് പൊട്ടൂന്ന് തോന്നണ്, അങ്ങനെ വർക്കാവൂലോ. നീ എന്നെ അടുത്ത് പറഞ്ഞിട്ട് മറ്റേ ജ്യോതിക ഒന്നും വരേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മ പടം കണ്ടപ്പോ കുഴപ്പമില്ലല്ലോ. എനിക്ക് വർക്കായ സിനിമയാണ് തിയേറ്ററിൽ നിന്ന്. അപ്പൊ അങ്ങനത്തെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, സിനിമയുടെ ആരും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.